എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ലിജിത്ത്, കോഴിക്കോട് ജില്ലയിലാണ് സ്വദേശം. ഞാനിപ്പം ബഹ്റൈനിൽ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യാണ്. 10 വർഷത്തോളമായി ബഹ്റൈനിലാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ കോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഇഗ്നോൻ്റെ MCOM കോഴ്സാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു PG എന്നത്. പക്ഷേ അതിൽ MCOM അല്ല ഞാൻ ആഗ്രഹിച്ചിരുന്നത്, MBA എന്ന ഒരു കോഴ്സാണ് ആഗ്രഹിച്ചത്. പക്ഷേ ഇപ്പോഴുള്ള നിലവിലുള്ള സാഹചര്യത്തിൽ അതായത് 10-20 വർഷത്തിൻ്റെ ആ ഒരു ഇതിലായിട്ട് നമ്മൾ പഠനം എന്നുള്ളത് നമ്മളെ തലയിലേക്ക് വരുന്നൊരു സംഭവമല്ല. നമ്മൾ ആ പഠനം അവസാനിപ്പിച്ചിട്ട് ഇത്രയും വർഷമായിട്ട്, അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം MCOM എടുക്കാം എന്നുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ MCOM എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് എന്നെ നയിച്ചത് എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ ബഹ്റൈനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആളും ഞാനും കൂടി ഉള്ള ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് വന്ന ഒരു ഇതാണ് ഒരു PG ചെയ്യുക എന്നുള്ളത്. ആളിപ്പോൾ MBA ആണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ MCOM എടുത്തു. ആളെ സംബന്ധിച്ച് ഇതേപോലെ തന്നെ രണ്ടുപേരും വർക്കിങ്ങിലാണ്. അപ്പോൾ നമ്മളെ സമയവും കാര്യങ്ങളൊക്കെ അതിനൊരു അനുകൂല സാഹചര്യമാണെങ്കിൽ പോലും നമ്മളത് വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലേൺവൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലേൺവൈസ് ആപ്പിനെ കുറിച്ചും ലേൺവൈസിൻ്റെ ക്ലാസ്സിനെ കുറിച്ചൊക്കെ ആൾ തന്നെയാണ് എന്നോട് പറഞ്ഞു തന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞ് നമുക്ക് എല്ലാവിധ സപ്പോർട്ടും അവിടെ നിന്ന് കിട്ടും എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനും ലേൺവൈസിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ലേൺവൈസിൻ്റെ ക്ലാസ് ടീച്ചേഴ്സ് എല്ലാം നല്ല രീതിയിൽ ടീച്ചേഴ്സ് ക്ലാസ്സുകളൊക്കെ തരുന്നുണ്ട്. പക്ഷേ നമ്മളതിലേക്ക് എത്തിപ്പെടുന്നില്ല എന്നുള്ളത് മാത്രമാണ്. കാരണം ഒന്നാമത് ടൈമിൻ്റെ പ്രശ്നമാണ്. 2.5 മണിക്കൂർ വ്യത്യാസം അവിടെ ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ 4:30 മണി അല്ലെങ്കിൽ 5 മണി ആ ഒരു റേഞ്ചിലാണ് ഇവിടെ ക്ലാസ് വരുന്നത്. അതായത് നാട്ടിലെ 8 മണി 7 മണി 8 മണിയുടെ ആ ഒരു ഗ്യാപ്പിൽ. അതുകൊണ്ട് നമുക്ക് ആ ഒരു സമയം ഉപയോഗിക്കാൻ പറ്റാറില്ല. അതുകൊണ്ട് മാത്രമാണ് പിന്നെ ലൈവ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാതിരിക്കുന്നത്. ബാക്കിയുള്ള എല്ലാ ക്ലാസ്സുകളും കാണാറുണ്ട്. പക്ഷേ പഠനം എന്നുള്ളത് പറഞ്ഞ രീതിയിൽ തന്നെ അങ്ങോട്ട് തലയിലേക്ക് കയറി വരുന്നേ ഉള്ളൂ. എന്നാലും മെൻറ്റർ സപ്പോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെൻറ്റർ നല്ല രീതിയിൽ നമുക്ക് സപ്പോർട്ട് തരുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നമ്മൾ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ അന്നേരം തന്നെ വിളിച്ച് അന്നേരം തന്നെ അതിൻ്റെ കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. ടീച്ചേഴ്സ് എടുക്കുന്ന ക്ലാസ്സുകളായാലും നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അതിലേക്ക് പൂർണ്ണമായിട്ട് ഇറങ്ങി ചെല്ലാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. കാരണം പ്രവാസ ജീവിതമാണ്, എല്ലാവർക്കും അറിയാലോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ജോലി കഴിഞ്ഞാൽ ഒന്നുകിൽ റൂം കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു ഇത്, അവിടെ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നാട്ടിലെ പോലെയല്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രയാസം കൂടിയുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ക്ലാസ് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യും. ഇനി അങ്ങോട്ടുള്ള നല്ല ഇതിൽ പോകുന്നുണ്ട്. അപ്പോൾ ഈ അടുത്ത ഡിസംബർ മാസത്തിലെ എക്സാം എന്തായാലും എഴുതുന്നില്ല. അടുത്ത ജൂലൈ മാസത്തിൽ എക്സാമാണ് എഴുതാൻ ആഗ്രഹിക്കുന്നത്. കാരണം അടുത്ത വെക്കേഷൻ വരുന്ന സമയത്ത് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എന്നെക്കുറിച്ച് പറയാനുള്ളത്. എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നമസ്കാരം.